ഹലോ എവ്രി വൺ. അങ്ങനെ പുതിയൊരു അധ്യയന വർഷം കൂടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ വെക്കേഷനൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും. എന്തായാലും അതിനുള്ള സമയം ഇപ്പോൾ ഏകദേശം കഴിഞ്ഞു. ഇനി പുതിയൊരു അക്കാഡമിക് ഇയർ വരികയാണ്. അപ്പോൾ നമ്മളതിന് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. സോ ദാറ്റ് ആ ബാക്ക് ടു സ്കൂൾ ആൻസൈറ്റി നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. നല്ലൊരു സ്റ്റാർട്ടിങ് കിട്ടുകയും ചെയ്യും. അപ്പോൾ എങ്ങനെ പുതിയൊരു അധ്യയന വർഷത്തേക്ക് പ്രിപ്പയർ ചെയ്യാം, അതിനുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. നമ്പർ 1, സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻസ് അറ്റ് ദ റൈറ്റ് ടൈം. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വീണ്ടും നിങ്ങളുടെ ആ സ്റ്റഡീസിന് റെഡി ആവാനായിട്ട് നിങ്ങൾക്ക് എത്ര ടൈം എടുക്കും എന്നുള്ളതാണ്. ഇപ്പോൾ വെക്കേഷനൊക്കെ ആകുമ്പോൾ നമുക്ക് വേറൊരു മൈൻഡ് ആയിരിക്കുമല്ലോ, നമ്മുടെ റുട്ടീൻസും കാര്യങ്ങളും ഒക്കെ മാറിയിട്ടുണ്ടാകും. അപ്പോൾ അതിൽ നിന്ന് വീണ്ടും ആ സ്റ്റഡീസിലേക്ക് തിരിച്ചു വരാൻ നിങ്ങൾക്ക് എത്ര ടൈം എടുക്കും എന്നുള്ളത് മനസ്സിലാക്കണം. ചില ആളുകൾക്ക് 1-2 ദിവസം മതിയാകും, വേറെ ചിലർക്ക് 2 ആഴ്ചയൊക്കെ എടുക്കും. എന്തായാലും ആവറേജ് ആയിട്ട് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഒരു 1 വീക്ക് മുന്നേ നിങ്ങൾ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. നമ്പർ 2, ഔട്ട്ലൈൻ യുവർ പേഴ്സണൽ ആൻഡ് അക്കാഡമിക് ഗോൾസ്. നിങ്ങളുടെ കഴിഞ്ഞ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, ഒന്ന് അസസ് ചെയ്യാം. ദെൻ ഈ വർഷം നിങ്ങൾ എന്ത് അച്ചീവ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അതിനെപ്പറ്റി ചിന്തിക്കാം. അക്കാഡമിക് ഗോൾസും അതോടൊപ്പം പേഴ്സണൽ ഗോൾസും സെറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിലും നമുക്ക് പ്രോഗ്രസ് ഉണ്ടാക്കാനും അത് ട്രാക്ക് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. സോ ഒരു നോട്ട്ബുക്ക് എടുക്കുക ആൻഡ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ അതിനകത്ത് എഴുതി വയ്ക്കാം. എന്നിട്ടൊരു പ്രോപ്പറായിട്ട് അതിനെ ഓർഗനൈസ് ചെയ്യുക. കുറച്ച് അക്കാഡമിക് ഗോൾസിന് എക്സാമ്പിൾസ് പറഞ്ഞുതരാം. നല്ല മാർക്ക് നേടുന്നതും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും, അസൈൻമെൻറ്റ്സും നോട്ട്സും ഒക്കെ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യുക, ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള കോഴ്സ് എടുത്ത് പഠിക്കുക, ഒരു സ്റ്റുഡൻറ്റ് ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യാം, എക്സെട്ര. ഇനി കുറച്ച് പേഴ്സണൽ ഗോൾസിന് എക്സാമ്പിൾസ് പറഞ്ഞുതരാം. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക, കൂടുതൽ ബുക്സ് വായിക്കുക, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക, ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, ഒരു ഹെൽത്തി റൂട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യുക, എക്സെട്ര. നമ്പർ 3, ബ്രൗസ് ത്രൂ കോഴ്സ് ഗൈഡ്സ്. നിങ്ങൾ ഈ വർഷം ശരിക്കും എന്താണ് പഠിക്കേണ്ടത് ആൻഡ് അത് എങ്ങനെ അച്ചീവ് ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ സിലബസ് ഉണ്ടാവുമല്ലോ, അതൊന്ന് നോക്കുക. എന്നിട്ട് അതിനെപ്പറ്റിയൊക്കെ ജസ്റ്റ് ഒന്ന് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുക. ഇനി ബുക്സ് അഡ്വാൻസ് ആയിട്ട് കിട്ടുമെങ്കിൽ അതൊക്കെ എടുത്ത് ജസ്റ്റ് അതിലെ ടോപ്പിക്സ് ഒക്കെ ഒന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എന്താണ് ഈ വർഷം പഠിക്കാനുള്ളത് ആൻഡ് അതിനെങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത്. സോ അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻസ് റെഡിയാക്കാൻ പറ്റും. നമ്പർ 4, സ്റ്റോക്ക് അപ്പ് സ്കൂൾ സപ്ലൈസ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള സപ്ലൈസ് വാങ്ങുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയ ടെക്സ്റ്റ് ബുക്സ് വാങ്ങിക്കാം, അല്ലെങ്കിൽ പൈസ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സീനിയേഴ്സിൻ്റെ ബുക്സ് വാങ്ങിക്കാം. ബട്ട് അങ്ങനെ വാങ്ങിക്കുമ്പോൾ ബുക്സ് നല്ല കണ്ടീഷനാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് പണി കിട്ടും. നെക്സ്റ്റ് സ്റ്റേഷനറി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് പോവുക, എന്തൊക്കെ വാങ്ങണം എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പലതും മറന്നു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. സോ സ്റ്റേഷനറി ഐറ്റംസിൽ പെന്ന്, പെൻസിൽ, മാർക്കർ, ഹൈലൈറ്റേഴ്സ്, ടെക്സ്റ്റ് ബുക്സ്, നോട്ട് ബുക്സ്, ബൈൻഡർ, പെൻസിൽ കേസ്, ബാഗ്, ഇത്തരത്തിലുള്ള ഐറ്റംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം. നമ്പർ 5, ഓർഗനൈസ് യുവർ സ്റ്റഡി സ്പേസ്. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ പഠിക്കാനുള്ള സ്ഥലം റെഡിയാക്കുക. നിങ്ങളുടെ റൂം ഒന്ന് ക്ലീൻ ആക്കിയാൽ തന്നെ അത് നിങ്ങളുടെ ഇമോഷണൽ വെൽബീയിങ്ങിനും പ്രൊഡക്ടിവിറ്റിയിലും ഒക്കെ ഒരു വലിയ ചേഞ്ച് തന്നെ കൊണ്ടുവരും. സോ പ്രോപ്പറായിട്ട് നിങ്ങളുടെ സ്റ്റഡി സ്പേസ് ഓർഗനൈസ് ചെയ്യുക. പക്ഷേ എല്ലാവർക്കും ഒരു സെപ്പറേറ്റ് റൂം ഉണ്ടാവണം എന്നൊന്നുമില്ല. സോ നിങ്ങൾ എവിടെ ഇരുന്നാണോ പഠിക്കുന്നത് ആ പ്ലേസ് ഓർഗനൈസ് ചെയ്ത് വെക്കാം. ഓക്കെ. നമ്പർ 6, എസ്റ്റാബ്ലിഷ് എ റൂട്ടീൻ. സോ വെക്കേഷനിൽ നിങ്ങളുടെ റൂട്ടീൻസ് ഒക്കെ ആകെ മാറിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റിയിട്ട് ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള റൂട്ടീൻ കൊണ്ടുവരണം. സ്കൂളും കോളേജും ഒക്കെ തുറന്നാൽ ഒരു ടൈറ്റ് സ്കെഡ്യൂളായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ഡേ പ്ലാൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലെങ്കിൽ നിങ്ങളാകെ സ്ട്രെസ്ഡ് ആകും, കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതനുസരിച്ചുള്ള റൂട്ടീൻ കൊണ്ടുവരാനായിട്ടുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. നിങ്ങളുടെ സ്ലീപ്പ് സ്കെഡ്യൂൾ, ഉറക്കത്തിൻ്റെ ടൈമൊക്കെ ഒന്ന് റെഡിയാക്കുക. ഭക്ഷണം കഴിക്കാനും പഠിക്കാനും ഒക്കെ സ്പെസിഫിക് ടൈം സെറ്റ് ചെയ്യുക. ഒരു മോർണിംഗ് ആൻഡ് നൈറ്റ് റൂട്ടീൻ ബിൽഡ് ചെയ്യുക. നിങ്ങളുടെ വീക്ക് അഡ്വാൻസ് ആയിട്ട് പ്ലാൻ ചെയ്യാം, എക്സെട്ര. സോ ഈ ടിപ്സൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പുതിയ അക്കാഡമിക് ഇയറിന് പ്രിപ്പയർ ചെയ്യുക. അത് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹാവ് എ നൈസ് ഡേ.